ഇനി നമുക്ക് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ മൂത്രപരിശോധനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക്, അതിൻ്റെ ഒരു ഫോളോ അപ്പിലേക്ക് കൂടെ പോകാം. ഈ നിലപാടിൽ, അതായത് ഈ കുട്ടികളുടെ ലഹരി കണ്ടെത്താൻ വേണ്ടി, ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, ഈ കോളേജിലെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി ഇവരുടെ മൂത്രം പരിശോധിച്ചിരുന്നു. മൂത്രപരിശോധനയ്ക്ക് നേരത്തെ അനുമതിപത്രം, സമ്മതപത്രം എഴുതി വാങ്ങിയെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് വലിയ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ മൂത്രപരിശോധന നടത്തുന്നത് ശരിയായ രീതിയിൽ തന്നെയാണ്, തങ്ങൾക്ക് തെറ്റിയിട്ടില്ല എന്നാണ് കോളേജ് അധികൃതർ പറഞ്ഞത്. കാരണം ബാംഗ്ലൂർ അടക്കമുള്ള കോളേജുകളിൽ ഇത് നിലനിൽക്കുന്നുണ്ട്. കുട്ടികളുടെ സമ്മതത്തോടെയും അറിവോടെയും അവരുടെ രക്ഷിതാക്കളുടെ സമ്മതത്തോടെയും കൂടിയാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് തങ്ങൾ പോയത് എന്നവർ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും കുട്ടികൾ അവരുടെ മുൻനിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇത് മനുഷ്യ അവകാശ ലംഘനമാണ്. പ്രായപൂർത്തിയായവരാണ് അവർ, വോട്ടവകാശമുള്ളവരാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരാണ്. അവരുടെ എല്ലാ അവകാശങ്ങളെയും ലംഘിക്കുന്ന തരത്തിലാണ് കോളേജ് മാനേജ്മെൻറ്റ് നിലപാട് സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. ആത്യന്തികമായി ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ആരും ചോദ്യം ചെയ്യുന്നില്ല. കാരണം ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ലഹരി ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതല്ല, ലഹരി ഉപയോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനെ ആരും വിമർശിക്കുന്നില്ല, അതിന് തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ ഒരു പൗരൻ്റെ അധികാരത്തിലേക്ക് കടന്നു കയറി അയാളുടെ സമ്മതമില്ലാതെ ഇങ്ങനെ നിർബന്ധപൂർവ്വം എന്തിനാണ് സമ്മതപത്രത്തിൽ ഒപ്പിടിവിക്കുന്നത്, എഴുതി വാങ്ങുന്നത് എന്ന വിമർശനമാണ് ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പുതിയ ചില വശങ്ങൾ കൂടി ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്താണ് ഇന്ന് അവിടെ സംഭവിച്ചത്, വിദ്യാർത്ഥികൾ എന്താണ് പറഞ്ഞത്, കോളേജ് പ്രിൻസിപ്പൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്നതും കാണാം. നിങ്ങളുടെ കോളേജിൽ നിന്നൊരു സർക്കുലർ സോഷ്യൽ മീഡിയ അടക്കം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ആളുകളുടെ സമ്മതമില്ലാതെ, വിദ്യാർത്ഥികളുടെ സമ്മതമില്ലാതെ അവരുടെ രക്തവും മൂത്രവും പരിശോധിക്കുന്നതായിട്ട് കോളേജിൻ്റെ ഡീൻ പുറത്തിറക്കിയ ഒരു സർക്കുലർ. എന്താണ് അതിന് പിന്നിലുള്ള കാര്യം? കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ജസ്റ്റ് സംശയം മാത്രമേ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് യൂസ് ചെയ്തെന്ന്, ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന് അവർ ജസ്റ്റ് പറഞ്ഞുണ്ടാക്കുന്ന, നമ്മൾ ക്ലാസ് കട്ട് ചെയ്യുന്നതും അതൊക്കെ മൂലം അവർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു സംശയം മാത്രമേ ഉള്ളൂ. ഇതെല്ലാവരുടെയും സമ്മതത്തോടു കൂടി, അറിവോടു കൂടിയാണോ ഇങ്ങനെ ഒരു പരിശോധന? സമ്മതം എന്ന് പറഞ്ഞാൽ ബലമായി സമ്മതിച്ചു എന്നുവെച്ചാൽ ബലമായി നമ്മളെ കൺസെൻറ്റ് ഒപ്പിടിപ്പിച്ചു, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുന്നു ഒരു ഇത് പറഞ്ഞ്. അല്ല, നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടിയാണോ ഇങ്ങനെ നടപ്പാക്കാൻ? നിങ്ങളോടൊക്കെ ചർച്ച ചെയ്ത് സമ്മതത്തോടു കൂടിയാണോ? ഇല്ല, അങ്ങനെ സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല. പേരൻസിൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? അവരെ എങ്ങനെ അറിയിച്ചത്? അവരുമായിട്ട് PTA മീറ്റിംഗ് എല്ലാം ഏതെങ്കിലും തരത്തിൽ PTA മീറ്റിംഗ് വിളിച്ചിട്ടാണോ നിങ്ങളോട് ഇത് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സർക്കുലർ ഉണ്ട്, ഒരു പരിശോധന നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടത്? ഇല്ല, PTA മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് അവർ തന്നെ ചെയ്യുമായിരുന്നല്ല, എല്ലാവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു. ഇത് എവിടെയൊക്കെയാണ് ഈ നോട്ടീസ് പതിപ്പിച്ചിട്ടുള്ളത്? നിങ്ങളുടെ ഹോസ്റ്റലുകളിലും പിന്നെ ഡീൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലും പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലും. നിങ്ങളുടെ കോളേജിലോ ക്യാമ്പസിലൊക്കെ ആയിട്ട് ലഹരി മരുന്നോ അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളോ നേരത്തെ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെയൊന്നുമില്ല. അവിടെ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് അവർ സംശയം മൂലം ചെയ്യുന്ന, ഒരാളുടെ, ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ യൂറിൻ പരിശോധിക്കുന്നത്, അത് അത്തരത്തിലൊരു മനുഷ്യാവകാശ ലംഘന പ്രശ്നമായിട്ട്, അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ അവരെ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടു? ഇല്ല, ഞങ്ങൾ ആരുടെ അടുത്ത് ബന്ധപ്പെട്ടില്ല. കാരണം അവിടെ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ നിന്ന് പുറത്താക്കുന്നുള്ളൊരു ഇതാണ് അവിടെ. അതുകൊണ്ട് ഞങ്ങൾ ആരുടെ അടുത്തും പിന്നെ പറയാൻ പോയില്ല. നിർബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി അവർ സ്വീകരിച്ചിരിക്കുന്നതെന്ന്? നിർബന്ധിച്ചാണ്. കാരണം ഞങ്ങളെ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുന്നുള്ളൊരു ഇതിലാണ് അവർ സൈൻ ഇടിപ്പിച്ചത് നമ്മുടെ കയ്യിൽ നിന്ന്. വേറെ വിദ്യാർത്ഥികൾക്ക് ഈ സംബന്ധിച്ച് നിങ്ങൾ സ്റ്റുഡൻസ് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിയൻ പോലുള്ള അതോറിറ്റികളിൽ നിങ്ങൾ പരാതിപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ ഈ കാര്യത്തിൽ? ഇതൊരു വിദ്യാർത്ഥി വിരുദ്ധ നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്? ഇല്ല, അങ്ങനെ പരാതിയൊന്നും കൊടുത്തില്ല. പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ നിന്ന് ഇപ്പം ചെറിയ സപ്പോർട്ട് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ എങ്ങനെ ചർച്ചയാകുന്നത്? കോളേജ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം, അദ്ദേഹം എന്താണ് ഇക്കാര്യത്തിൽ പറഞ്ഞത് എന്നതുകൂടി കേൾക്കാം. ഇതിൽ ഒരു ദുരുദ്ദേശം എന്നൊരു സംഗതി ഒന്നുമില്ല. ഇത് കേരളത്തിൽ പുറമെ വേറെ കോളേജസിൽ, കർണാടകയിലൊക്കെ ഇത് ചെയ്യണതാണ്. നമ്മൾ ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ് ആയിട്ട് ചെയ്തൊരു സംഗതിയാണ്. എല്ലാവർക്കും അറിയാം, സംഹൗ സബ്സ്റ്റൻസ് അബ്യൂസ് നമ്മുടെ സ്റ്റേറ്റിൽ വർദ്ധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ കോളേജ് സ്റ്റുഡൻസാണ്. അപ്പോൾ ഒരു പേഴ്സൺ അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അയാളെ ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളുടെ ഒരേ ഒരു ലക്ഷ്യം, നമ്മുടെ കുട്ടികൾ ഇതിൻ്റെ അഡിക്ട്സ് ആവരുത്, ഒരു വഴിക്കും അത് ഉപയോഗിക്കരുത്. അപ്പോൾ ഉപയോഗശൂന്യ ആയിട്ടുള്ള സ്ഥലത്ത് ഇതാരും വിൽക്കാൻ വരില്ല.
പക്ഷേ നമ്മുടെ അടുത്ത് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കില്ല. ഇത് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ആരും ഇവിടെ വിൽക്കാൻ വരില്ല. അതുകൊണ്ട് നമ്മൾ ഈ സമുദായത്തിൽ നമ്മുടെ എളിയ രീതിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണോ കേരളത്തിലെ ഡ്രഗ് സർക്കുലേഷൻ കുറയ്ക്കാൻ വേണ്ടി. ഈ ഡ്രഗ് യൂട്ടിലൈസേഷൻ കുറയ്ക്കാൻ വേണ്ടി എന്ന് പറയുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും സിമ്പിൾ മെത്തേഡിനെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ആർ വില്ലിംഗ് ടു ആക്സെപ്റ്റ് ഇറ്റ്. ഇത് വളരെ സിമ്പിൾ ടെസ്റ്റാണ്. ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ പേരൻസിനെ അറിയിക്കും ദാ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം. ഞങ്ങളുടെ ഒരു കുട്ടിക്കും ഒരു പോസിറ്റീവ് വന്നില്ലെങ്കിൽ അത്രയും സന്തോഷം. ഇതിൽ കൂടുതൽ സന്തോഷിക്കുന്ന ആൾ എന്നെക്കാട്ടിലും വേറെ ഒരാളും ഉണ്ടാവില്ല. ഇപ്പോൾ മണിപ്പാൽ മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ട്. നമ്മളത് ലീഗലാക്കിയിട്ടോ അവരുടെ ഒരു പണിഷ് ചെയ്യാനുള്ള ടെസ്റ്റോ ഒന്നും അല്ല ഇത്. നമ്മൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി അവർക്ക് ഉപദേശം വേണ്ട സമയത്ത് കൊടുക്കാനും ഇങ്ങനെ വല്ല നമ്മൾ കണ്ടു എന്നുണ്ടെങ്കിൽ ആ കുട്ടികളോട് നല്ല ഉപകാരമായിട്ട് അവർക്ക് അഡ്വൈസ് കൊടുക്കാനും അവർക്ക് കൗൺസിലിംഗ് ചെയ്യാനൊക്കെ ഞങ്ങൾക്കൊരു ഫെസിലിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അതുവേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അല്ല ഇത് എല്ലാവർക്കും ഇത് തെറ്റാണ് ഇത്ര തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ അറിഞ്ഞൂടാ എന്താണ് പിന്നെ ശരി. നമ്മുടെ രാജ്യത്ത് എങ്ങനെയെങ്കിലും ഈ കുട്ടികൾ ഈ ഡ്രഗ്സ് എടുക്കാണ്ട് വേറെ ഒരു മാർഗം കാണണില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും സജഷൻസ് വല്ലവർക്കും തരാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ഫോളോ ചെയ്യാം. പക്ഷേ ഇപ്പം ഞങ്ങൾ തീരുമാനിച്ച് ഇതൊരു ഈസി മെത്തേഡാണ്. അറ്റ്ലീസ്റ്റ് കുട്ടികൾ ഈ ടെസ്റ്റ് ഉണ്ടാവും എന്ന് വെച്ച് കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള കുട്ടികൾ അത് യൂസ് ചെയ്യാണ്ടിരിക്കും. ആ യൂസ് ചെയ്യാണ്ടിരിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. പേരൻസാണ് അവരുടെ ഗാർഡിയൻസ്. അവരുടെ ഈ ഇതിൽ കൺസെൻറ്റ് ഫോം ഉണ്ട്. കുട്ടികൾ പേരൻസ് എല്ലാവരും ഉൾക്കൊണ്ടിട്ട് ഒപ്പിട്ടിട്ടാണ് ഇത് കൺസെൻറ്റ് ചെയ്യണത്. ആക്ച്വലി പേരൻസാണ് ഇത് ഏറ്റവും സപ്പോർട്ട് ചെയ്യണത്. എല്ലാ പേരൻറ്റിനും സന്തോഷമാണ് അവരുടെ കുട്ടി ഇതിൻ്റെ ഒന്നും വ്യാധി ആവാണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിവെൻറ്റീവ് അപ്രോച്ചാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ കൺസെൻറ്റ് ഒരു വഴിക്കില്ല. ഇറ്റ് ഈസ് എ വിറ്റ്നസ്ഡ് കൺസെൻറ്റ് ഫോം. അത് വെച്ച് നമ്മളത് യൂട്ടിലൈസ് ചെയ്യുകയാണ്. കൺസെൻറ്റ് വെച്ച് തന്നെ എടുക്കണം. അല്ലാണ്ട് പേരൻസിൻ്റെ ഒപ്പം എൻ്റെ കൂടെ ഉണ്ട്, പേരൻസിൻ്റെ കൺസെൻറ്റ് ഉണ്ട്. അവരുടെ എല്ലാം ക്ലിയറൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോണത് എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ ചെയ്തിട്ട് തുടങ്ങിയിട്ട് പോലും ഞങ്ങൾ ചെയ്യാൻ പോണു എന്നൊരു നോട്ടീസ് ഇട്ടപ്പോൾ പോലും ഇത്ര ഒബ്ജക്ഷൻ വരുന്നത് എനിക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവണില്ല. പേരൻസിൻ്റെ സൈഡിൽ കോളേജ് പ്രിൻസിപ്പൽ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് ഇതാണ്. മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ ഒക്കെ സമ്മതം വാങ്ങിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നുള്ളതാണ്. ആത്യന്തികമായി ഇതിൻ്റെ ഉദ്ദേശശുദ്ധി ആരും ചോദ്യം ചെയ്യുന്നില്ല എങ്കിൽ പോലും നിർബന്ധപൂർവം പൗരൻ്റെ അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലേക്ക് ഒരു വ്യക്തിയുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായി കൂടി ഇതിനെ വിവക്ഷിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്.